ഹായ് ഗൈസ്, വെൽക്കം ടു മൈ സോ. ഓക്കെ, അപ്പോൾ എൻ്റെ അനിയൻകുട്ടന്മാരും ബാക്കി എല്ലാവർക്കും ഇപ്പോൾ നല്ലപോലെ ഉളുപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ അടിക്കുമ്പോഴത്തേന് നമ്മൾ അല്ല, ഞാനുൾപ്പെടെ പറയുന്നുണ്ട്, എടാ കഴിച്ചോ, ആവശ്യത്തിന് കഴിച്ചോ. ആവശ്യത്തിന് പറയുമ്പോഴത്തേക്കും ആ ബോധം, മദ്യപിച്ചു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തന്തായിരുന്നു വിളിക്കും. അവനൊക്കെ ഇപ്പോൾ വൈറ്റ്, കല്ല്, സ്നോട്ട്, ലൈന്, അവൻ്റെയൊക്കെ ഉമ്മയുടെ എന്തൊക്കെയാണ് പറയണം അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചോട്ടെ, ഉപയോഗിക്കണമെന്ന് ആരും പറയുന്നില്ല. നീ ഉപയോഗിച്ചോ, ആവശ്യത്തിന് ഉപയോഗിച്ചോ. പക്ഷെ നിർത്തേണ്ട സമയത്ത് നിർത്തണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത വൈബ് എന്ന് പറയും. നിങ്ങൾ തന്ത വൈബ് പറയണേ, ക്രിഞ്ച് പറയണേ, എന്തൊക്കെ നമ്മളെന്തെങ്കിലും കോമഡി പറഞ്ഞാൽ ക്രിഞ്ച്. സോ ഇപ്പോൾ യവന്മാർക്ക് വിചാരിക്കണ യവന്മാരാണ് പുതിയതായിട്ട് കോമഡി ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ആയിക്കോട്ടെ, ഇട്ടേക്കുന്ന പാൻറ് 80s അപ്പന്മാരുള്ളത്, കൊറിയൻ സ്റ്റൈല്, മുഖം മൊത്തം വെള്ളപൂശി വാരി, സ്വന്തമായിട്ട് എന്തെങ്കിലും അണ്ടിക്ക് പോയി പണ്ട ഇത് ഇട്ടേക്കണ അണ്ടിക്ക് പോലും പറയുന്നില്ല. അമ്മാതിരി പരിപാടിക്ക് പോലും കണ്ടപഞ്ച ഉണ്ടാക്കിയതിൻ്റെ നോക്കിയതെല്ലാം ഉണ്ടാക്കണത്. ഉപയോഗിക്കണ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഒക്കെ തന്തവൈബ് ആയിക്കൊണ്ട് പോട്ടെ. നല്ലത് പറഞ്ഞാൽ തന്തവൈബ് എന്നതിനെ പറയണേ. നമ്മളൊക്കെ ഇതൊക്കെ അനുഭവിച്ച് വന്നോണ്ടാ, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. കൂട്ടത്തിലുള്ളവന്മാർ അനുഭവിച്ച് കിടക്കുന്നത് കണ്ടിട്ടാണ് പറയണത്. ഒരുത്തൻ വണ്ടിയിൽ പറന്നു പോകുമ്പോഴത്തേക്കും പറയണ പതിയെ പോടാ എന്ന് പറയാൻ പോലും നമ്മൾ, അത് നീ പൊയ്ക്കോ, നിനക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ. പൊളുന്നൂര് പോകണ്ടെന്ന് പറയണില്ല, അഡ്രലിന് വേറെ റഷാണ്. കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കുന്നവന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അവൻ എത്രത്തോളം ആ കൺട്രോൾ ഉണ്ട്, എത്രത്തോളം ആ ബൈക്ക് അവന് എന്താ പറയുക പരിചിതമാണെന്നുള്ളത്. മനസ്സിലായില്ലേ? ആ ബൈക്കും അവനുമായിട്ടുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ നിനക്ക് പറഞ്ഞു കയറി പോവാം. മൈൻഡ് അത്ര ക്ലിയർ ആണെങ്കിൽ. മൈൻഡ് ക്ലിയർ അല്ല എങ്കിൽ വെള്ളം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വലിച്ചിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വണ്ടി പോകണ്ട. ഞാൻ അത്ര പറയുന്നുള്ളൂ. നിങ്ങൾ പോയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മളൊന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് അറിയാം നമ്മൾ ആക്സിഡൻറ്റ് കിടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് ആക്സിഡൻ്റ് ആയി, എങ്ങനെയായെന്ന് നമുക്കറിയാൻ പറ്റും. കാരണം നിങ്ങൾ വീഴുന്നതിന് മുമ്പേ ആ ചെളിയിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ നടന്നൊന്ന് വെള്ളത്തിൽ കാലി എഴുതിയത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആണ് പറയണത്, മദ്യപിച്ചോ, നിൻ്റെ ആവശ്യത്തിന് കുടിച്ചോ. കൂട്ടുകാരന്മാരെ കാണിക്കാൻ വേണ്ടി 2 പെഗ് കൂടുതൽ കഴിക്കുക, അതൊന്നും വേണ്ട. നീ കഴിച്ച് നിനക്ക് വയറ് നിറഞ്ഞോ, അല്ലെങ്കിൽ നിനക്ക് തലയ്ക്ക് പിടിച്ചോ, മതി, നിർത്തിക്കോ. കൂടുതലായിട്ട് കുടിക്കാൻ നിൽക്കണ്ട. വലി, നീ എത്ര വേണോ ഉള്ളു അടിച്ചോ, എവിടെ പോയിരുന്നോണോ ഉള്ളു അടിച്ചോ. ഈ വലിച്ച് കയറ്റുന്ന പരിപാടി വേണ്ട. കാരണം എണിച്ച് പോരുമ്പോഴത്തേക്കും നിനക്കുള്ള ബോധം, നിൻ്റെ ബോധം ഉണ്ടാവില്ല. നീയും നിൻ്റെ തലയും തമ്മിൽ, നിൻ്റെ മനസ്സും നിൻ്റെ തലയും തമ്മിലുള്ള, ബോഡിയും നിൻ്റെ തലയും തമ്മിലുള്ള കണക്ഷൻ പോവും. അപ്പോൾ നിനക്ക് കാലെടുത്ത് വയ്ക്കണമെന്ന് തോന്നുന്നത് കറക്റ്റ് ഒരു സമയത്തായിരിക്കും. പക്ഷെ ആ സംഭവം ചെയ്യുന്നത് 2 seconds ലേറ്റ് ആയിട്ടായിരിക്കും. ആ 2 സെക്കൻഡ് നിൻ്റെ ലൈഫിൽ പലതും സംഭവിക്കും. നിനക്ക് ബൈക്കിൽ പോകണം, ഫ്രണ്ടിലത്തെ വണ്ടി വരുന്നു, ഗ്യാപ്പ് അടിക്കാൻ നേരത്തെ നീ ആ ഗ്യാപ്പിൽ കൂടെ കയറി പോകുന്ന വണ്ടി ചരിക്കുമ്പോഴത്തേക്കും റിട്ടേൺ ക്രോസിങ്ങിന് ടൈം കിട്ടിയില്ലെങ്കിൽ വണ്ടിയുടെ അടിയിലാവും. അതുകൊണ്ട് അടിക്കുമ്പോൾ കുറച്ചടിക്കുക, അടിക്കുമ്പോൾ കൂടെ വലിക്കാതിരിക്കുക. ചേട്ടൻ അനിയന്മാരടുത്ത് പ്രേമം ഉണ്ടാക്കൊണ്ടായിട്ടൊന്നുമല്ല, കാണാൻ വയ്യ നീ എങ്ങനെ കിടക്കുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ്. സോ ബി റെസ്പോൺസിബിൾ, ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ഇത്രയും മാത്രം പറയാനാണ് ഈ മുമ്പത്തിൽ കാണിച്ചിട്ടുള്ളത്. ടാറ്റാ, ബൈ.